ഹായ് കേഡറ്റ്സ് and വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേഡറ്റ്സ് 2026 ഇന്ത്യൻ എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിലേക്കുള്ള ഫോം ഫില്ലിംഗ് ഡേറ്റ് കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫോം ഫില്ലിങ്ങിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്താണ്, ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമോ, എക്സാം ഡേറ്റ് എപ്പോഴാണ് എന്നീ കാര്യങ്ങളാണ്. നമ്മുടെ കേരളത്തിലെ ചില കുട്ടികൾക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും, പക്ഷേ ഒത്തിരി കുട്ടികൾക്ക് മറിഞ്ഞുകൂടാ. ആ കുട്ടികൾക്കെല്ലാം വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും ഈ എല്ലാ പോയിൻറ്റുകളും. നിങ്ങളും 2026 എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിന് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും. എയർഫോഴ്സിൻ്റെ തന്നെ ഇതിനകം ഒത്തിരി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തു. ചില കുട്ടികൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, സാർ കണ്ടിന്യൂസ് പിന്നെ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ചിലർക്കെങ്കിലും ബെനിഫിറ്റ് ആവുന്നതായിരിക്കും. കാരണം ഒരു സെലക്ഷൻ പ്രോസസ്സിനകത്ത് അത് നോട്ടിഫിക്കേഷൻ ഏതിൻ്റെ ആണെങ്കിലും അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ 100 വീഡിയോയിൽ പോലും എടുത്താലും കവർ ആകത്തില്ല. നമ്മളാണെന്നുണ്ടെങ്കിൽ 10 to 15 വീഡിയോസ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും കാണണം. കാരണം ഈ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് പല രീതിയിലും ഹെൽപ്പ് ആവുന്നതായിരിക്കും. ചിലർക്ക് ഹെൽപ്പ് ആവും, ചിലർക്ക് ഹെൽപ്പ് ആകത്തില്ല. മനസ്സിലായ? ആ ഹെൽപ്പ് ആകുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ വീഡിയോസും ചെയ്യുന്നത്. ഓരോ മൈന്യൂട്ട് പോയിൻറ്റും എടുത്ത് അതിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യൻ എയർഫോഴ്സിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒത്തിരി നോളജ് നമ്മുടെ ഈ വീഡിയോസിൽ നിന്നെല്ലാം കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും. ഇതേ രീതിയിൽ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ഓഫ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കേഡറ്റ്സ് 2026 എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എക്സാം ഡേറ്റ് അനുസരിച്ച് ആ ഒരു എക്സാം ഡേറ്റിന് 20 ഡേയ്സ് മുന്നേ തന്നെ നമ്മൾ സിലബസ് എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഒഫീഷ്യൽ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. പ്രോപ്പറായിട്ടുള്ള +2 ബേസ്ഡ് ക്ലാസ്സുകളായിരിക്കും. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഈ തവണ വേക്കൻസി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ചാൻസ് ഒരിക്കലും മിസ്സാകത്തില്ല. ഇവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഫോം ഫില്ലിങ്ങിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമോ, എക്സാം ഡേറ്റ് എപ്പോൾ എന്നീ കാര്യങ്ങളാണ്. ഈ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. മുൻ വർഷങ്ങളിലെ 2 ഇൻടേക്കിൻ്റെ അപ്ഡേറ്റും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് നമുക്ക് നോക്കാം ഫോം ഫില്ലിംഗ്. കുട്ടികളെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 26 ജൂലൈ ആണ്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 6 ജൂലൈ ആയിരുന്നു. ഇപ്പോഴും ഫോം ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും 2 to 3 ഡേയ്സിനുള്ളിൽ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഈ ഡേറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിലൊക്കെ സൈറ്റ് നല്ലപോലെ ജാമായിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഫോം ഫില്ലിംഗ് എന്ന് പറയുന്നതും സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ്. പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? 26 ജൂലൈ ആണ്. ഫോം ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കുട്ടികളും പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യണം. തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ തന്നെ തമ്പ് ഇംപ്രഷൻ ആയിരിക്കണം, സിഗ്നേച്ചർ നിങ്ങളുടെ തന്നെ ആയിരിക്കണം. ഇതെങ്ങനെ ചെയ്യണം എന്നീ കാര്യങ്ങളടങ്ങിയ ഒരു ഡീറ്റെയിൽ ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിഗ്നേച്ചറും തമ്പ് ഇംപ്രഷനും ഫോട്ടോയും അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് വെച്ചിട്ട് 2 ദിവസം ആയതേയുള്ള ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ കയറി കാണുക. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും. പിന്നെ 1-2 കാര്യങ്ങൾ കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇതിനകത്ത് കമ്പ്യൂട്ടർ ഡീറ്റെയിൽസും മറ്റ് പലതരത്തിലുള്ള സ്കിൽസും ഇന്ത്യൻ നേവി ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എസ് എന്ന് കൊടുക്കാവൂ. കാരണം സ്റ്റേജ് 2 ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളിവിടെ എസ് എന്ന് ടിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ ചോദിക്കുന്നതായിരിക്കും. നിങ്ങൾക്കപ്പോൾ അവിടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ കാണിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആരും തന്നെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇവിടെ എസ് എന്ന് കൊടുക്കരുത്, കേട്ടോ കുട്ടികളെ. ഇനി എന്തെങ്കിലും തെറ്റ് പറ്റിയാണെന്നുണ്ടെങ്കിൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമോ അതും പറഞ്ഞു തരാം. അതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളടങ്ങിയ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എങ്ങനെ ഫോം ഫില്ല് ചെയ്യാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി കഫേയിൽ നിന്ന് നമ്മുടെ അക്കാഡമിയിൽ കോൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫോം ഫില്ല് ചെയ്തപ്പോൾ ഇവിടം വരെ എത്തി, ഇങ്ങനെ വന്ന് നിൽക്കുന്നു, എന്താണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ട് ഒത്തിരി കഫേയിലെ ആൾക്കാർ. അതിൽ നിന്നൊക്കെ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഒത്തിരി കുട്ടികൾ ഫോം റിജക്റ്റ് ആകുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ മിക്കവരും എന്താണ് ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും. അവസാനം കുട്ടികളെടുത്ത് ബുദ്ധിമുട്ടും. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഹെൽപ്പ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓരോ വീഡിയോസും ഹെൽപ്പ് ആവുന്നുണ്ട്. പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളും ഫോം ഫില്ല് ചെയ്യാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ഈ വീഡിയോസ് ഒന്ന് കയറി
കണ്ടിരിക്കണം എല്ലാ കുട്ടികളും. ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്. ഫോം ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഡോക്യുമെൻ്റ് എല്ലാം കൊണ്ടുപോയിരിക്കണം. 10th +2 മാർക്ക് ഷീറ്റ്, പിന്നെ ഇതേ രീതിയിൽ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, അതിനുശേഷം പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ മെയിൽ ID, പേയ്മെൻറ്റ് കട്ടാവുന്ന ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണ്ട ഇപ്പോൾ, ആധാർ കാർഡ്, ഇത്രയും ഡോക്യുമെൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ. മിക്ക കുട്ടികളുടെ ഡൗട്ടാണ്, കുട്ടികളെ SSGD കണക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്ന ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാറില്ല. മുൻ വർഷങ്ങളിൽ അപ്ഡേറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണെന്നും. നോക്കൂ, ഇത് 02/2026 ഇൻടേക്കിൻ്റെ അപ്ഡേറ്റ് ആണ്. ഇവിടെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് എപ്പോഴാണ് നോക്കൂ, 11th ജൂലൈ ആണ്. ലാസ്റ്റ് ഡേറ്റ് 31 ജൂലൈ ആണ്. 31 ജൂലൈ 2025 ഫോം ഫില്ലിംഗ് ഡേറ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ കറക്ഷൻ ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. കറക്ഷൻ ഡേറ്റ് ഓപ്പൺ ആയതോ 12 ആഗസ്റ്റിന്, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 13 ആഗസ്റ്റ്. അതായത് 2 ദിവസം മാത്രമാണ് ലഭിക്കുന്ന കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകാനായിട്ട്. 2026 ഇൻടേക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏത് ഇൻടേക്കാണ്? 02/2026 ഇൻടേക്ക്. ഏതാണ്? 02/2026 ഇൻടേക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഫോം ഫില്ലിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം 11 ദിവസത്തിന് ശേഷമാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയത്. 2 ദിവസമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇൻടേക്കിൻ്റെ കാര്യം നോക്കാം. നെക്സ്റ്റ് ഇൻടേക്ക് ഏതാണ്? 01/2027 ഇൻടേക്ക്. ഇപ്പോൾ എക്സാം കഴിഞ്ഞ ഇൻടേക്കാണിത്. ഇവരുടെ ഫോം ഫില്ലിംഗ് January 12 സ്റ്റാർട്ടായി 1 February വരെ ഫോം ഫില്ലിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ഫോം ഫില്ലിംഗ് ഡേറ്റ് 8th February വരെ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയതോ February 13-ന് 15-നാണ്. ഇവിടെ ഇത്രയും ദിവസം കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് ലഭിച്ചിരുന്നു. 13, 14, 15 ഇത്രയും ദിവസം ഇവിടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് ലഭിച്ചു. പക്ഷേ അതിനുശേഷം പിന്നെയും ഫോം റീഓപ്പൺ ചെയ്തിരുന്നു March 3 to March 10. കാരണം എന്താണ്? ഏജ് ലിമിറ്റ് 22 ആക്കിയിരുന്നു. അപ്പോൾ ഒത്തിരി കുട്ടികൾ പിന്നെയും ചാൻസ് ലഭിച്ചു. അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ ഫോം റീഓപ്പൺ ചെയ്ത്. എക്സാം ഡേറ്റ് എന്തെങ്കിലും മാറ്റം വന്നോ? ഒരു മാറ്റവും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ 2 തവണ ഇതേ രീതിയിൽ എന്താണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. മുൻ വർഷങ്ങൾ ഓപ്പൺ ആയിട്ടുണ്ട്, അതിന് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഓൺലി 2 ഇൻടേക്കിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇൻടേക്കിൽ, അതായത് ഇപ്പോൾ ഈ ഒരു ഇൻടേക്കിൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമോ? ഡെഫിനറ്റ്ലി ഓപ്പൺ ആവുന്നതായിരിക്കും. ഫോം ഫില്ലിങ്ങിലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 26 ജൂലൈ ആണ്. ഇതിന് ശേഷം 2 വീക്സിനുള്ളിൽ എന്തായാലും കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും. കേട്ടോ കുട്ടികൾ, 2 വീക്സിന് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും. മിനിമം 2 ഡേയ്സ്, മാക്സിമം 3 ഡേയ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി എല്ലാ കുട്ടികളും എന്താണ് ചെയ്യേണ്ടതെന്ന്, നിങ്ങൾ ഫോം ഫില്ല് ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു റിസീപ്റ്റ് കിട്ടിക്കണം. അതായത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്ത കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു റിസീപ്റ്റ് കിട്ടിക്കണം. അതെല്ലാ കുട്ടികളും വെക്കണം. എന്നിട്ട് അതിനകത്തൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമോ എന്ന്. അപ്പോൾ ആ മിസ്റ്റേക്സ് എല്ലാം നമുക്ക് ഈ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ് പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യാൻ മറക്കരുത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്തായാലും കുട്ടികളെ ഫോം ഫില്ലിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം 2 വീക്സിനുള്ളിൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെ വേറൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ചിലപ്പോൾ ഫോം ഫില്ല് ചെയ്യുന്ന ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ കറക്ഷൻ വിൻഡോ ഡേറ്റ് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഈ 2 വീക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. അത് ഫോം ഫില്ലിംഗ് ഡേറ്റ് എക്സ്റ്റെൻഡ് ആവുകയാണെങ്കിൽ മാത്രമാണ്. അത് ഇന്ത്യൻ എയർഫോഴ്സാണ് ഡിസൈഡ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ അവർ ഫോം ഫില്ലിംഗ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. പ്രീവിയസ് ഇൻടേക്കിൽ എക്സ്റ്റെൻഡ് ചെയ്തു, 8 ദിവസം എക്സ്ട്രാ കൊടുത്തു. പക്ഷേ അതിന് മുൻ വർഷത്തെ ഇൻടേക്കിലോ കൊടുത്തിട്ടില്ലായിരുന്നു. അത് ചിലപ്പോൾ ലഭിക്കത്തുള്ളൂ. ഫോം ഫില്ലിംഗ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിക്കുമെന്നും പറഞ്ഞിട്ട് ഫോം ഫില്ല് ചെയ്യാതിരിക്കരുത്. 26 ജൂലൈ തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ്. ആ ഒരു ഡേറ്റ് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. അപ്പോൾ കറക്ഷൻ വിൻഡോയുടെ കാര്യങ്ങളും എല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കറക്ഷൻ ചെയ്യാൻ പറ്റും, പറ്റത്തില്ല എന്നീ കാര്യങ്ങളടങ്ങിയ ഡീറ്റെയിൽഡ് വീഡിയോ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്ഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ, കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സൈറ്റ് ജാം ആയിരിക്കത്തില്ല. നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. കാരണം എല്ലാ കുട്ടികളും കറക്ഷൻ ചെയ്യാനായിട്ട് പോകത്തില്ല. മിസ്റ്റേക്ക് പറ്റിയ കുട്ടികൾ മാത്രമായിരിക്കും കറക്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു 3 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സൈറ്റിൽ നല്ല രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ അപ്ഡേറ്റ് നടക്കുന്നതായിരിക്കും ആ ഒരു സമയത്ത്. ക്ലിയർ ആയല്ലോ? ഇനി ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഓൺലൈൻ എക്സാം ഡേറ്റ്. ഡേറ്റിൽ ഒരു മാറ്റവും വരത്തില്ല. സെപ്റ്റംബർ 22, 23 തന്നെ ആയിരിക്കും. പ്രീവിയസ് ഇൻടേക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ആൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ഫോം റീഓപ്പൺ ചെയ്തിട്ടും എക്സാം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തില്ല. പ്രോപ്പറായിട്ട് March 30 and 31 തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യൻ എയർഫോഴ്സ്. അതുകൊണ്ട് ഇവിടെയും എക്സാം ഡേറ്റിനകത്ത് ഒരു മാറ്റവും വരത്തില്ല. ഈ സെപ്റ്റംബർ 22, 23 ഡേറ്റിൽ തന്നെ എക്സാം നടക്കുന്നതായിരിക്കും. അപ്പോൾ ഇതനുസരിച്ച് എല്ലാ കുട്ടികളും പഠിച്ചു പോകണം. ആന ഡിഫൻസ് അക്കാഡമിയിൽ എല്ലാ കുട്ടികൾക്കും വേണ്ടി നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സസ്,
റെക്കോർഡ് സെഷൻ, ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റ്, ഫിസിക്കൽ ട്രെയിനിങ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. എക്സിൻ്റെ ഫീസ്, വൈയുടെ ഫീസ്, മെഡിക്കൽ അസിസ്റ്റൻറ്റ് 3 ട്രെയിനിങ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. എക്സാം ഡേറ്റ് സെപ്റ്റംബർ 22 അതിന് 20 ഡേയ്സ് മുന്നേ തന്നെ നമ്മൾ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് റിവിഷനും ലഭിക്കുന്നതായിരിക്കും. സ്റ്റേജ് 2 ഫിസിക്കൽ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ചാൻസ് മിസ്സാക്കാൻ താല്പര്യമില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. പ്രോപ്പർ ക്ലാസ് ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. എയർഫോഴ്സ് എക്സിൻ്റെ സെപ്പറേറ്റ് ക്ലാസ്, വൈയുടെ സെപ്പറേറ്റ് ക്ലാസ്. എക്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ +2 ഓറിയൻറ്റഡ് ആ ഒരു ടെക്നിക്കൽ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ലഭിക്കുന്നത്. അതായത് ടെക്നിക്കൽ ട്രേഡ് അനുസരിച്ച് എക്സിന് ആവശ്യമായിട്ടുള്ള ഫിസിക്സും മാത്സും ഇംഗ്ലീഷും അതിൻ്റെ ക്ലാസ്സുകളായിരിക്കും പ്രോപ്പറായിട്ട് ലഭിക്കുന്നത്. വൈ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് നോൺ ടെക്നിക്കൽ ക്ലാസ് ആയിരിക്കും ലഭിക്കുന്നത്. എല്ലാം മിക്സ് ആയിട്ടൊന്നുമില്ല നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് റെക്കോർഡഡ് ക്ലാസ്സും കയറി കാണാവുന്നതാണ്. മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും. 2020 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എയർഫോഴ്സ് എക്സിൻ്റെയും വൈയുടെയും മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും. എയർഫോഴ്സ് എക്സിൻ്റെ 20 മോക്ക് ടെസ്റ്റ്, വൈയുടെ 20 മോക്ക് ടെസ്റ്റ്, മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും 20 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ. ഇതാണ് കോളിംഗ് നമ്പർ, എല്ലാ കുട്ടികളും സേവ് ചെയ്യുക. ഇതാണ് വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, ഈ നമ്പറിൽ കോൾ ചെയ്യുക. നിങ്ങൾ പേഴ്സണൽ ഡൗട്ടാണെങ്കിലും അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ കുട്ടികളും ഈ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റും അറിയാൻ വേണ്ടി നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാ കുട്ടികളും ജോയിൻ ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കേട്ടോ കുട്ടികളെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് തിരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, സ്റ്റേജ് 1 ഒരു എക്സാം മാത്രമേ ഉള്ളൂ. സ്റ്റേജ് 2 എല്ലാ പ്രോസസ്സും ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.